പ്ലംബിംഗ് വയറിംഗ് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുകളിൽ വാട്ടർ ടാങ്ക് വെച്ച് അതിൻ്റെ ലൈന് താഴേക്ക് ഇറക്കുന്നതും അതേപോലെ അപ്സ്റ്റെയറിലെ ഡ്രെയിനേജ് മുതലായവ താഴേക്ക് ഇറക്കുന്നത് GI സ്ക്വയർ പൈപ്പ് വെച്ച് അടിക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. വീടിൻ്റെ മെയിൻ സ്ലാബിൻ്റെ തള്ളിച്ച ഒഴിവാക്കി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഒഴിവാക്കി അതിനോട് ചാരി GIയുടെ സ്ക്വയർ പൈപ്പ് വെച്ച് അതിൽ ക്ലാമ്പ് ചെയ്ത് ലൈനുകൾ അടിക്കുന്ന രീതിയാണ്. ഇതാകുമ്പോൾ കൂടുതലായൊന്നും സ്ലാബുകൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പുറത്തേക്ക് കൂടുതലായി തള്ളി നിൽക്കുന്ന 2 സൺഷെയ്ഡുകൾ മാത്രം എത്ര പൈപ്പുകളുണ്ടോ നോക്കി അതിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഏകദേശം 6 ഇഞ്ചോളം പുറത്തേക്ക് തള്ളിയിട്ടാണ് ഹോള് വരുന്നത്. ഇതുപോലെ 2 സൺഷെയ്ഡുകളും തുളച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം എത്ര പൈപ്പുകൾ വരുന്നുണ്ട് എന്ന് നോക്കി അതിൻ്റെ ക്ലാമ്പുകളുടെ അകലം അളവെടുത്ത് അതിനനുസരിച്ച് GI സ്ക്വയർ പൈപ്പ് കട്ട് ചെയ്ത് പാകപ്പെടുത്തുക. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 2:1 GIയുടെ സ്ക്വയർ പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ക്വയർ പൈപ്പ് കറക്റ്റായി ലെവലിൽ കട്ട് ചെയ്ത് എടുക്കുക. ഇതിൽ പ്രൈമറോ പെയിൻറ്റോ എന്തെങ്കിലും ഒന്ന് അടിച്ച് ക്ലിയർ ആക്കുക. അതിനുശേഷം 1 ഇഞ്ച് ഭാഗത്ത് ഒരു സൈഡിൽ ഒരു ബോൾട്ട് ചെയ്യാനുള്ള ഭാഗത്തിന് ഹോളടിച്ചു കൊടുക്കുക. ഇവിടെയാണ് സ്ക്വയർ പൈപ്പ് ചുമരിൽ ഉറപ്പിക്കുന്നത്. ത്രെഡ് റാഡ് ഉപയോഗിച്ചാണ് 8 mm ത്രെഡ് റാഡ് ഉപയോഗിച്ച് അതിൽ ബോൾട്ട് ചെയ്താണ് ഉറപ്പിച്ചിരിക്കുന്നത്.